ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ പറമ്പിലുള്ള മാവിൻ്റെ ചുവട്ടിലേക്കാണ്. സാധാരണ എനിക്ക് 4-5 മാമ്പഴം കിട്ടാറുണ്ട്. ഇന്ന് എത്ര മാമ്പഴം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു മാമ്പഴം എടുക്കുന്നുണ്ട്. പണ്ട് ഇവിടെ പാടായിരുന്നു, അതാണ് ഈ ഹോളുകളൊക്കെ കാണുന്നത്. ഈ ഹോളുകളിലൊക്കെ ഞണ്ടുകളുണ്ടാവും. ഇത് രണ്ടാമത്തെ മാമ്പഴം. ഇതാ ഇവിടെ വേറൊരു മാമ്പഴം കൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ 3 മാമ്പഴമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഞങ്ങളുടെ കുളമ്പ് മാവാണ്. ഇതിൻ്റെ മാങ്ങ കറി വയ്ക്കാൻ ബെസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ മീൻ കറിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോവില്ല. മാമ്പഴം ആയാലും നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. മാങ്ങ പൊട്ടിച്ച് വെച്ച് പഴുപ്പിക്കുന്നതിനേക്കാൾ മാവിൽ നിന്ന് പഴുത്ത് വീഴുന്ന മാങ്ങയ്ക്കാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ പഴുത്ത മാങ്ങ നിൽക്കുന്നുണ്ടാവും. ഞാനതുകൊണ്ടാണ് ഈ തോട്ടി കൊണ്ടൊന്ന് തട്ടി നോക്കണം. ഒരുവിധം പഴുത്ത മാങ്ങയൊക്കെ നമ്മളിങ്ങനെ തട്ടുമ്പോൾ താഴെ വീണോളും. 2-3 മാങ്ങ ഇപ്പോൾ വീണുണ്ട്. കുളമ്പ് മാവുമെന്ന് 6 മാമ്പഴവും പിന്നെ പേരറിയാത്ത ഒരു മാവുമെന്ന് ഒരു മാമ്പഴവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 7 മാമ്പഴം കിട്ടി. ഇതിൽ നിന്നൊരു മാമ്പഴം കഴിച്ച് നോക്കിയാലോ? ഞാനൊരു മാമ്പഴം ഇന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഉരിഞ്ഞിട്ട് കടിച്ച് തിന്നാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. തണുപ്പിച്ച മാമ്പഴം ഇങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മാമ്പഴം ഇങ്ങനെ കഴിച്ച് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബി ഹാപ്പി. താങ്ക് യു.